തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം അതിന് 3-ാമത് വാക്യത്തിൽ ഇപ്രകാരമുണ്ട്: ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു എന്ന വചനമാണ്. തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ദുഷ്ടത പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ സമ്പാദ്യത്തിൽ അവർക്ക് തൃപ്തിപ്പെടുവാൻ കഴിയാതെ വരികയും പിന്നെയും അവർ നന്മയ്ക്കു വേണ്ടി, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി കൊതിയോടുകൂടി നടക്കുകയും ചെയ്യുന്നതായ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഈ വചനം ഓർപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷെങ്കിൽ ആഴമായ ആഗ്രഹം കൊണ്ട് കഴിവും പ്രാപ്തിയും പണവുമൊക്കെ ഉണ്ടെങ്കിൽ പലതും നേടിയെടുക്കുവാൻ സാധിച്ചെന്നു വരാം. എന്നാൽ അത് ദൈവത്തിൻ്റെ ഹിതമല്ലെന്നും ദൈവം അത് വെറുക്കുന്നു എന്നും അങ്ങനെ നേടിയെടുത്തവരെയൊക്കെ ദൈവം പിന്നത്തേതിൽ ശിക്ഷിപ്പാനിടയായി തീർന്നിട്ടുണ്ടെന്നും കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. നാം രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, നാബോത്ത് എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് ഓർപ്പിച്ചിട്ട്, നാബോത്തിന് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. എന്നാൽ ആ മുന്തിരിത്തോട്ടമുണ്ടായിരുന്നത് കൊതിയനായ, ധിക്കാരിയായ, അഹങ്കാരിയായ, മറ്റുള്ളവരുടെ നന്മ പിടിച്ചു പറിക്കുവാൻ ആഗ്രഹിക്കുന്ന ആഹാബിൻ്റെ അരമനയുടെ സമീപത്തായിരുന്നു എന്നുള്ളതാണ്. നാബോത്ത് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ്റെ ആ മുന്തിരിത്തോട്ടത്തെ നോട്ടമിട്ട ആഹാബ് അത് കരസ്ഥമാക്കുവാൻ വേണ്ടി പല വഴികളും ആസൂത്രണം ചെയ്തുവെങ്കിലും ആ തലങ്ങളിലൊന്നും അത് കരസ്ഥമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ ആഹാബിന് അത് കരസ്ഥമാക്കുവാൻ കഴിയാതെ പോയതിൻ്റെ ദുഃഖത്തിൽ, വസ്തുവില്ലാത്തതുകൊണ്ടല്ല, ചിരത്തോട്ടമുണ്ടാക്കുവാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, അത്യാഗ്രഹം കൊണ്ട്, ആർത്തി കൊണ്ട്, കൊതി കൊണ്ട് അത് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴുള്ള നിരാശയിൽ കിടക്കുമ്പോൾ ആഹാബിൻ്റെ ഭാര്യയായ ഇസബേൽ ആഹാബിനോട് പറയുകയാണ്, നീ സങ്കടപ്പെടേണ്ട, അത് ഞാൻ നിനക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യുകയും ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയായിരിക്കുന്ന നാബോത്തിനെ ആ ഉപവാസ പ്രാർത്ഥനയിലിരുത്തിയിട്ട് നീചന്മാരായ ആളുകൾ നാബോത്തിന് വിരോധമായി സംസാരിക്കുകയും നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന ശേഷം തൻ്റെ മുന്തിരിത്തോട്ടം ഇസബേൽ സ്വന്തമാക്കിയിട്ട് ആഹാബിനത് നൽകുകയും ചെയ്യുവാനിടയായിത്തീർന്നു. ആഹാബിൻ്റെ കൊതിയാണ്, ആഹാബിൻ്റെ ആഗ്രഹമാണ് പാവപ്പെട്ട, നിരപരാധിയായ, സത്യസന്ധനായ ഒരു നാബോത്ത് കൊല്ലപ്പെടുവാനിടയായിത്തീർന്നത്. അങ്ങനെ അത് കരസ്ഥമാക്കുവാനായിട്ട് ആഹാബിന് കഴിഞ്ഞുവെങ്കിലും അത് ആഹാബിൻ്റെ ജീവിതത്തിലെ, ഇസബേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയത്തിന്, തകർച്ചയ്ക്ക്, നാശത്തിന് അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. ഭക്തനായ നാബോത്തിനെ കൊന്നതുകൊണ്ട് യഹോവ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത്, നാബോത്തിൻ്റെ രക്തം പട്ടി നക്കി ഇടത്തു വെച്ച് തന്നെ നിൻ്റെ രക്തവും പട്ടി നക്കുവാനിടയാകുമെന്ന് ഓർപ്പിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ്റെ കൊതി തീരുന്നതല്ല. ആ കൊതിയുടെ ഭാഗമായിട്ട് പാവങ്ങളെയും നിരപരാധികളെയും അർഹതയുള്ളവരെയുമൊക്കെ ഇടിച്ചമർത്തി, അടിച്ചമർത്തി, അവരെ കൊന്നൊടുക്കി, അവരുടെ നന്മകളൊക്കെ കരസ്ഥമാക്കി വലിയവനാകാമെന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് ശൂന്യതയുടെ മണ്ഡലമാണ്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്.
നീതിയോടെ വിധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഒരു ദിവസം നിങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൊതിയോടുകൂടി പാവപ്പെട്ടവൻ്റേത് പലതും കരസ്ഥമാക്കുകയല്ല, ദൈവം സന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദുഷ്ടൻ കൊതിക്കുന്നത് പോലെ തൃപ്തി വരാത്ത കൊതിയോടെ പോയിട്ട് നാശത്തിൽ ചെന്നെത്തുകയല്ല, ഞങ്ങൾക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നന്മ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.